ഭാര്യയുടെ ആത്മഹത്യയ്ക്ക് പ്രേരണ നൽകിയതിന് ശിക്ഷിക്കപ്പെട്ട ഭർത്താവിനെ കുറ്റവിമുക്തനാക്കി ബോംബെ ഹൈക്കോടതി. 30 വർഷത്തിന് ശേഷമാണ് കേസിലെ വിധി വന്നത്. കുടുംബകലഹങ്ങൾ, മുഖച്ഛായത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, രണ്ടാം വിവാഹ ഭീഷണി എന്നിവ നിയമപ്രകാരം ക്രിമിനൽ പീഡനവുമായി കണക്കാക്കാനാകില്ലെന്ന് കോടതി വിധിച്ചു. 1998 സത്താറ ജില്ലയിൽ നിന്നുള്ള 23 വയസ്സുള്ള ഒരു ആട്ടിടയൻ സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് എസ്.എം. മേത്തയ്ക്ക് ഈ വിധി പ്രസ്താവിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 498A വിവാഹിതയായ സ്ത്രീയോടുള്ള ക്രൂരത, 306 ആത്മഹത്യാ പ്രേരണ എന്നിവ പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് സത്താറയിലെ സെഷൻ കോടതി ഇയാളെ 5 വർഷം തടവ് ശിക്ഷിച്ചിരുന്നു. 1995 ജനുവരിയിലാണ് കേസ് ആരംഭിച്ചത്. ഇയാളുടെ ഭാര്യ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത്. മരണത്തിന് മുൻപ് ഭർത്തൃ വീട്ടുകാരും തന്നെ ഉപദ്രവിച്ചു എന്നും അവർ മാതാപിതാക്കളോട് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. പ്രോസിക്യൂഷൻ പറഞ്ഞതനുസരിച്ച് ഭർത്താവ് സ്ത്രീയുടെ ഇരുണ്ട നിറത്തിൻ്റെ പേരിൽ അവരെ പരിഹസിക്കുകയും അവളെ ഇഷ്ടമല്ലെന്ന് പറയുകയും മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവങ്ങൾ ക്രിമിനൽ പെരുമാറ്റമല്ല, മറിച്ച് ഗാർഹിക കലഹമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി.